എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പട്ടികജാതിക്കാരനായ ഒരു മന്ത്രിക്ക് ദേവസ്വം വകുപ്പിന്റെ ചുമതല കേരളത്തിൽ ലഭിക്കുന്നത്. ആ മന്ത്രിയെ ലോക്സഭയിലേക്ക് അയച്ചു. പകരം പട്ടികവർഗക്കാരനായ ഒരു മന്ത്രി കേരളത്തിൽ വന്നു. ദേവസ്വം വകുപ്പ് കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല. പട്ടികവർഗക്കാരനായ ഒരാൾ ദേവസ്വം വകുപ്പ് ഭരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? ഒരു പട്ടികവർഗക്കാരന് കേരളത്തിലെ ദേവസ്വം വകുപ്പിന്റെ ചുമതല കൊടുത്താൽ എന്താണ് ഇവിടെ? ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. പട്ടികജാതിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ബഹളം വയ്ക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിലെ ഉന്നതാധികാര സമിതിയിൽ എപ്പോഴെങ്കിലും ഒരു പട്ടികജാതിക്കാരനെ നിയമിച്ചിട്ടുണ്ട്, ഒരവസരം കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്ര കാലം കേരളം ഭരിച്ചല്ല, ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾ ഭരിച്ചു. 35 കൊല്ലം ബംഗാളിൽ അവർ തുടർച്ചയായി ഭരിച്ചു. ഒരു 5 കൊല്ലം ഒരു പട്ടികജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കാൻ പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടുണ്ടോ? ഒരു 5 കൊല്ലം, 35 കൊല്ലത്തിൽ ഒരു 5 കൊല്ലം ഒരു പട്ടികജാതിക്കാരൻ മുഖ്യമന്ത്രിയായിരിക്കട്ടെ എന്ന് തീരുമാനമെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞിട്ടുണ്ടോ? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇന്നേ വരെ ഒരു പട്ടികജാതിക്കാരനെ നിങ്ങൾ അംഗമാക്കിയിട്ടുണ്ടോ? സവർണ മേധാവികളുടെ പാർട്ടി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി നിരവധി തവണ അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ പദവി പട്ടികജാതിക്കാർക്ക് നൽകിയിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. മുഖ്യമന്ത്രിമാർ, എണ്ണം പറഞ്ഞ മുഖ്യമന്ത്രിമാർ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾ സംസ്ഥാനങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരിൽ പ്രമുഖരായിട്ടുള്ള പല ആളുകൾ പട്ടികജാതിക്കാരാണ്. പട്ടികജാതിക്കാരൻ രാഷ്ട്രപതിയാക്കി, പട്ടികജാതിക്കാരന് താക്കോൽ സ്ഥാനങ്ങളെല്ലാം നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായപ്പോൾ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും നിലപാട് എന്താണ്? പട്ടികജാതിക്കാരനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ മല്ലികാർജുൻ ഖാർഗെ, എഐസിസിയുടെ അധ്യക്ഷൻ, ആ എഐസിസിയുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ 1,40,000 കോടി രൂപയുടെ പട്ടികജാതി ഫണ്ട് ഒരു മന്ത്രിയും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് വെട്ടിച്ചു. അയാളിപ്പോ ഒളിവിലാണ്, അപ്പൊ അയാൾ അറസ്റ്റിലായി തോന്നുന്നു. നോക്കൂ നിങ്ങൾ, മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദളിത് മുഖമാണെന്ന് പറയുന്നു. ശതകോടീശ്വരനാണ്, അതവിടെ ഇരിക്കട്ടെ. ആ കർണാടകയിൽ 1,40,000 കോടി രൂപ എസ് സി കമ്മ്യൂണിറ്റിക്കുള്ള ഫണ്ട് മുഴുവൻ അവർ അടിച്ചു മാറ്റി. പട്ടികജാതിക്കാരോടുള്ള യഥാർത്ഥ താല്പര്യം മുഖ്യധാരാ കക്ഷികൾ, കേരളത്തിലെ മുഖ്യധാരാ കക്ഷികൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അയ്യങ്കാളിയുടെ ചരിത്രം, അദ്ദേഹം നടത്തിയ വില്ലുവണ്ടി സമരം, വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം, മിനിമം കൂലിക്ക് വേണ്ടി നടത്തിയ പോരാട്ടം, വഴിനടക്കാൻ നടത്തിയ പോരാട്ടം, ക്ഷേത്രപ്രവേശനത്തിന് നടത്തിയ പോരാട്ടം, ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ, കേരളത്തിന്റെ ചരിത്രം പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ, പട്ടികജാതി ജനവിഭാഗത്തിന് അർഹമായിട്ടുള്ള പിന്തുണ ഏത് കാര്യത്തിലാണ് നാം കൊടുത്തിട്ടുള്ളത്? ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ കോളനികൾ എന്നുള്ള പേരുകൾ നമ്മൾ അവസാനിപ്പിക്കണം. ഏത് മന്ത്രിസ്ഥാനം കഴിഞ്ഞ് പോകുമ്പോ ആ മന്ത്രി യാത്രയപ്പിൽ പറയാണ് കോളനികൾ എന്നുള്ള പേര് നമ്മൾ അവസാനിപ്പിക്കണം. സർ, കോളനികളുടെ അവസ്ഥ ഇപ്പോഴും കേരളത്തിൽ, നിങ്ങൾ പട്ടികജാതിക്കാർക്ക് 5 സെന്റ് ഭൂമി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വിപ്ലവകരമായി നടത്തിയ ഭൂപരിഷ്കരണത്തിൽ ഇവിടുത്തെ പട്ടികജാതിക്കാരന് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ ഭൂപരിഷ്കരണം കൊണ്ട് പട്ടികജാതിക്കാരെ കോളനികളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇപ്പോഴും ആ കോളനികൾ നിങ്ങൾ നോക്കിയാൽ, പട്ടികജാതി വിദ്യാർത്ഥികളുടെ മെട്രിക് ഹോസ്റ്റലുകൾ നിങ്ങൾ നോക്കിയാൽ
പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ നിലപാടെടുത്താൽ കേരളത്തിലെ പട്ടികജാതി സമൂഹത്തോട് എല്ലാ കാലത്തും ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകളെല്ലാം ഒരു അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. ഏത് വിഷയത്തിലായാലും